നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാനന്ദ. ഒത്തിരി ചിന്തിപ്പിക്കുകയും അതിലേറെ കുഴപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. ഒരാൾ ഒട്ടും ധാർമ്മികതയില്ലാതെ ചെയ്ത ഒരു കാര്യത്തെ പ്രശംസിക്കുന്ന വചനഭാഗത്ത് ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ഇങ്ങനെ ചിന്തിക്കാൻ സുവിശേഷം വഴിയൊരുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു, ആ കാലഘട്ടത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ എന്തായിരുന്നു. യേശുവിൻ്റെ കാലഘട്ടത്ത് പാലസ്തീനക്കാർ കൃഷിക്കാരായിരുന്നു. ഒരു കൃഷി ചെയ്യുന്ന നല്ല ഫർട്ടൈലായിട്ടുള്ള ഒരു ലാൻഡായിരുന്നു പാലസ്തീന. അങ്ങനെ ഒരു നാട്ടിൽ പ്രധാനമായിട്ടും ഗോതമ്പും എണ്ണയെടുക്കുന്ന ഒലിവുമായിരുന്നു കൃഷി ചെയ്തിരുന്നത്. കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടി ഈ വലിയ ഭൂവുടമകൾ കാര്യസ്ഥന്മാരെ ഏൽപ്പിക്കും. കാര്യസ്ഥന്മാരെ ഏൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവർ കുടിയാന്മാർക്ക് ഈ ലാൻഡ് പാട്ടത്തിന് കൊടുക്കും. കൃഷി ചെയ്ത് കൃത്യസമയമാകുമ്പോൾ വിളവിൻ്റെയൊക്കെ കണക്ക് കൃത്യമായിട്ട് ഭൂവുടമകളെ ഏൽപ്പിക്കണം. ഈ കുടിയാന്മാർക്കും യജമാനും ഇടയ്ക്ക് നിൽക്കുന്നവരാണ് കാര്യസ്ഥന്മാർ. ഇവർ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മോണിറ്റർ ചെയ്യണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കൃത്യമായിട്ട് യജമാനൻ റിപ്പോർട്ട് ചെയ്യണം, ആ ഭൂമി തിരിച്ചെടുക്കണം. ഇതാണ് കാര്യസ്ഥന്മാരുടെ ജോലി. ഇങ്ങനെ നടന്നിരുന്ന ഒരു സിസ്റ്റത്തിനിടയിലാണ് ഈ ഉപമ ഇന്ന് യേശു പറയുന്നത്. യേശു ഈ കാര്യം പറയുമ്പോൾ ഈ സുവിശേഷ ഭാഗത്ത് ധാർമ്മിക വശം വളരെ തെറ്റാണ്, പക്ഷേ വിവേകമായ ചില കാര്യങ്ങൾ വളരെ ശരിയാണ്. അതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ധാർമ്മിക വശങ്ങൾ മാറ്റി നിർത്തിയിട്ട് വിവേകപരമായി ചില കാര്യങ്ങൾ ഈ കാര്യസ്ഥൻ ചെയ്തു. അതിനെയാണ് ഇന്ന് പ്രശംസിക്കപ്പെടേണ്ടത്. ഒരു ക്രിസ്ത്യനുണ്ടാകേണ്ട വിവേകത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം എടുത്ത് ധ്യാനിക്കേണ്ടതാണ് ഈ വചനഭാഗം. അതിൽ ഒന്നാമതായിട്ട് ഒരു ക്രിസ്ത്യൻ ആദ്യം ചിന്തിക്കേണ്ടത് സമ്പത്ത് അവൻ്റെ ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ നിത്യകൂടാരത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി അവൻ സ്നേഹിതരെ സമ്പാദിക്കേണ്ടതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഇതാണ് ഒന്നാമത്തെ പാഠം. കാര്യസ്ഥൻ തൻ്റെ ജോലി പോകുമെന്നറിയുമ്പോൾ അവൻ സമ്പാദിക്കുന്നത് മനുഷ്യരെയാണ്, മനുഷ്യബന്ധങ്ങളെയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യബന്ധങ്ങളാണ്. ഇങ്ങനെ മനുഷ്യരെ അകറ്റി നിർത്തുന്ന ഒരു ജീവിതമാകരുത് ഒരു ക്രിസ്ത്യൻ്റേത്. ക്രിസ്തുവിനെ എന്തുമാത്രം അവൻ ചേർത്ത് പിടിക്കുന്നോ അതേ കണക്ക് അവൻ ചേർത്ത് പിടിക്കേണ്ടത് മനുഷ്യരെയും കൂടിയാണ്. നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കേണ്ടത് മനുഷ്യരെ നമ്മൾ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ള ചിലരെയൊക്കെ നമ്മൾ എത്രമാത്രം ഗൗരവത്തോടെ കാണുന്നു? ചില മനുഷ്യർക്ക് നമുക്ക് വേണ്ടിയാണ്, നമുക്ക് മാത്രമായിട്ടാണ്. അതാണ് ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ. ഇങ്ങനെ വലിയൊരു സർക്കിളല്ലാതെ ചെറിയൊരു സർക്കിളിനിടയ്ക്ക് എന്തുമാത്രം നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ഒരു ക്രിസ്തു ശിഷ്യൻ മനുഷ്യരെ നഷ്ടപ്പെടുത്താത്തവനായിരിക്കണം. അത് വലിയൊരു സമ്പാദ്യമായി കാണണം. രണ്ടാമതായിട്ട് ക്രിസ്തു ശിഷ്യൻ ദാനശീലനായിരിക്കണം. അതാണ് സുവിശേഷത്തിൻ്റെ അടുത്ത പാഠം. എന്താണോ നമുക്ക് നഷ്ടമായി തോന്നുന്നത് അതാണ് നേട്ടമായി നമ്മൾ കരുതേണ്ടത്. നമ്മുടെ കൈവെള്ളയിൽ നിന്നും പോകുന്നതൊക്കെ നഷ്ടമായി ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അതാണ് ദാനം. അങ്ങനെയാണെങ്കിൽ ഈ ദാനം ചെയ്യാൻ നമുക്ക് എത്ര പേര് മനസ്സ് കാണിക്കുന്നുണ്ട്? സ്വന്തമെന്ന് കരുതുന്നത് നഷ്ടപ്പെടുത്താൻ എത്രമാത്രം നമ്മൾ തയ്യാറാകുന്നുണ്ട്? ബന്ധങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം, എന്തുമാത്രം നഷ്ടങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തുമാത്രം ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊക്കെ നേട്ടത്തിൻ്റെ കണക്കുകളായിരിക്കും ഒരു ക്രിസ്ത്യ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമതായിട്ട് ഒരു ക്രിസ്ത്യ ശിഷ്യൻ ദൂർത്തടിക്കാതെ തൻ്റെ സമ്പാദ്യം ഉത്തരവാദിത്തോടും വിശ്വസ്തയോടും അവൻ കൈകാര്യം ചെയ്യണം. ലൂക്കാസ് സുവിശേഷകൻ ഈ സമ്പത്തിനെക്കുറിച്ച് കൃത്യമായി പലയിടങ്ങളിൽ ആവർത്തിച്ചിട്ടുണ്ടല്ലോ. ധൂർത്തപുത്രൻ്റെ ഉപമയിലൊക്കെ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം ഇതാണ്: സമ്പത്ത് ദൂർത്തടിക്കരുത്. നിനക്ക് നൽകപ്പെട്ടതിന് എന്തുമാത്രം ഇരട്ടിച്ചു എന്നതിൻ്റെ കണക്ക് പറയാനുള്ള ബാധ്യത നിനക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു യജമാനൻ താലം ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോകുമ്പോൾ തിരിച്ചു വന്ന് നിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നീ തന്നതിനെ ഇരട്ടിപ്പിച്ചു എന്ന് പറയാനുള്ളൊരു ബാധ്യത ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നൽകപ്പെട്ട ഈ സമ്പാദ്യം മനുഷ്യരെ, വ്യക്തികളെ, ജീവിതങ്ങളെ ഇരട്ടിപ്പിക്കാനുള്ള ഒരു ബാധ്യത കൂടി ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യരിൽ വിശ്വസ്തത അർപ്പിക്കണം, മനുഷ്യരിൽ സത്യസന്ധരായിരിക്കണം. ഇങ്ങനെ ബന്ധങ്ങളിലും സ്നേഹങ്ങളിലൊക്കെ സത്യസന്ധരായിരിക്കാനുള്ള ഒരു വിളി കൂടി ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ബാധ്യതയായി നിലനിൽക്കുന്നുണ്ട്. നാലാമതായിട്ട് ക്രിസ്തു ശിഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ദൈവത്തിൽ നിലകൊള്ളുന്നവനുമായി തീരണം. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു ജീവിതത്തിനേക്കാളും അപ്പുറത്തേക്ക് ഒരു ജീവിതം ഒരു ക്രിസ്തു ശിഷ്യനും കണ്ടെത്തരുത്. ഇങ്ങനെ 4 വിവേകപരമായ ചില കാര്യങ്ങളെയാണ് പ്രശംസിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ധാർമ്മിക വശങ്ങൾ ഇതിൽ പരിഗണിക്കപ്പെടാൻ പാടില്ല. കൗശലപൂർവ്വം പ്രവർത്തിച്ച കാര്യസ്ഥനെ, അവൻ്റെ പ്രവൃത്തിയെ യജമാനൻ പ്രശംസിക്കുന്നുവെങ്കിലും അതിനെ ന്യായീകരിക്കുന്നില്ല. അതാണ് വ്യത്യാസം. ഇതൊരു ന്യായീകരണമായിട്ട് കാണരുത്. ഈ ഉപമയുടെ
ധാർമ്മിക വശമാണ് എപ്പോഴും നമ്മുടെ കണ്ണുകൾ ഉടക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വിവേകമുള്ള മനുഷ്യരാകാൻ വേണ്ടി ഈ സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ മനുഷ്യനെ സമ്പാദ്യമായി കണ്ട് മനുഷ്യരെ നേടിയെടുക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവനായി തീരണം. അതായിരിക്കണം അവൻ്റെ വിവേകം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പുപോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി.